മഞ്ഞുമൽ ബോയ്സിൻ്റെ സൗണ്ട് മിക്സിംഗ് ചെയ്തിട്ടുള്ള ഫസൽ എ ബക്കർ. ആ സിനിമയിലെ സൗണ്ട് മിക്സിങ്ങിന് അദ്ദേഹത്തിന് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. അദ്ദേഹം തന്നെയാണ് അനോമി എന്ന ഈ സിനിമയ്ക്കും റീ റെക്കോർഡിംഗ് മിക്സിംഗ് ചെയ്തിട്ടുള്ളത്. ഇന്നലത്തെ ദിവസം അദ്ദേഹം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ റിവ്യൂവിനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, നമുക്കൊരു സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പച്ചയ്ക്ക് പറയണം എന്ന് പറയുന്ന ഒരാൾ തന്നെയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം എന്നോട് ഒറ്റ കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, ഈ അനോമി എന്ന് പറയുന്ന സിനിമ ഡോൾബി അറ്റ്മോസ് ഉള്ള ഒരു തിയേറ്ററിൽ നിന്ന് തന്നെ കേൾക്കണം. കാരണം അവർ പുതിയ കുറേ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സൗണ്ടിൽ വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊക്കെയും നമുക്കത് കിട്ടണമെന്നുണ്ടെങ്കിൽ അറ്റ്മോസ് ഉള്ളൊരു തിയേറ്ററിൽ അത് കാണണം, ഏറ്റവും നല്ല സ്ക്രീനിൽ കാണാൻ ശ്രമിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അനോമി ഞാൻ ഇന്നത്തെ ദിവസം നോക്കുമ്പോൾ രാത്രി 10 മണിക്കുള്ള ഷോ മാത്രമേ ഡോൾബി അറ്റ്മോസ് ആയിട്ടുള്ളൂ. ഇന്ന് വേറെയും സിനിമകൾ റിലീസുണ്ട്. അപ്പോൾ എൻ്റെ സിനിമ ബുക്കിംഗ് സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ എനിക്ക് 10 മണി വരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഏരീസ് ഫ്ലെക്സിൽ OD 6-ലാണ് സിനിമ കണ്ടത്. ഡോൾബി 7.1 ആണ് അവിടുത്തെ സൗണ്ട്. സത്യം പറയാലോ, ഫസൽക്ക പറഞ്ഞത് കറക്റ്റാണ്. ഒരു അറ്റ്മോസ് ഉള്ള തിയേറ്ററിൽ കേൾക്കാനുള്ളതുണ്ടായിരുന്നു. ഞാൻ ഈ പറയുന്നൊരു സൗണ്ട് സിസ്റ്റത്തിൽ കേൾക്കുമ്പോൾ പോലും എനിക്ക് സൗണ്ടിൻ്റെ വെറൈറ്റി ഫീൽ ചെയ്യാനുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇതിനകത്ത് ഒരുപാട് സൈഫൈ എലമെൻറ്റുകൾ വരുന്നുണ്ട്, ഒരു സൈക്കോളജിക്കൽ കുറേ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ പൊസിഷൻസിലൊക്കെ അവർ ചെയ്തിട്ടുള്ള കുറേ പരിപാടികളുണ്ട്. അതേപോലെ തന്നെ ഇതിലെ ഫൈറ്റിൽ പോലും, ഈവൻ ഫൈറ്റിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ടുള്ള കുറച്ച് പഞ്ചിങ് എഫക്ട്സും കാര്യങ്ങളൊക്കെ ആണല്ലോ. പക്ഷേ ഈ സിനിമയിൽ അവിടെയൊക്കെയും ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യാനുണ്ട്. അങ്ങനെ എഫക്റ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അറ്റ്മോസിലായിരുന്നെങ്കിൽ പൊളിച്ചേനേയും തോന്നി. സത്യമായിട്ട് അറ്റ്മോസിൽ കാണണമായിരുന്നു. അതെനിക്കൊരു ഭയങ്കര മിസ്സായിരുന്നു. വിഷ്വൽ ഓൾസോ, നിങ്ങൾ ഈ സിനിമ കാണാൻ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല സ്ക്രീനിൽ കാണാൻ ശ്രമിക്കുക. കാരണം വിഷ്വൽ അവർ ഗംഭീരമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഫൈറ്റൊക്കെ അമ്മാതിരിയാണ്. അതുപോലെ ഈ സൈഫൈ എലമെൻ്റൊക്കെ പറയുമ്പോഴേ, പ്രൊമത്യൂസ് എന്നാണോ സിനിമയുടെ പേര്, അങ്ങനത്തെ കുറേ സിനിമകളുടെയൊക്കെ ആ ഒരു ഫീല് തരുന്ന രീതിയിൽ സിനിമയുടെ കുറച്ച് പോർഷൻസ് ഉണ്ട്. നിങ്ങളതൊരു നല്ല സ്ക്രീനിൽ നല്ല സൗണ്ട് സിസ്റ്റം ഉള്ള ഒരു തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു കാഴ്ച അനുഭവം ഈ സിനിമ ഡിസേർവ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ സിനിമ ഡിസേർവ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് നല്ല ഓഡിയൻസിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുക എന്നുള്ളത്. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ സ്ക്രീനിലാണ് പടം കണ്ടത്. ബാക്കിൽ കുറേ പെമ്പിള്ളേരുണ്ടായിരുന്നു, ഫ്രണ്ടിൽ കുറേ ആമ്പിള്ളേരുണ്ടായിരുന്നു. കയറിയപ്പോൾ തൊട്ട് ചെവി തിന്നാൻ തുടങ്ങിയാണ്. ഇതുങ്ങൾക്ക് സംസാരിച്ചിട്ടും തീരുന്നില്ല. പ്ലീസ് ഒന്നും മിണ്ടാതിരിക്കാമോ എന്നൊക്കെ ചോദിച്ച് അവസാനം എനിക്ക് ആ സിനിമ തീരുന്നവർ ഇത് മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയാക്കി പുറകിലിരുന്ന പെൺകുട്ടികൾ. ഫ്രണ്ടിലിരുന്നവന്മാർ അവർക്ക് ഫോണിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റുന്നില്ല. റീല് സ്ക്രോൾ ചെയ്ത് അതിനെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവന്മാരെക്കുറിച്ച് അവസാനം സീറ്റ് മാറിയിരുന്നപ്പോൾ അവിടെ ഇരിക്കുന്ന കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്കും സംസാരിക്കാതിരിക്കാൻ വയ്യ, ഫോണിൽ നോക്കാതിരിക്കാൻ വയ്യ. എന്തിനാണ് ഈ തിയേറ്ററിലേക്ക് കെട്ടിയെഴുന്നള്ളിച്ച് വരുന്നത്? നിങ്ങൾക്ക് ഫ്രീ ടിക്കറ്റ് കിട്ടുന്നതാണോ? അങ്ങനെയാണെങ്കിൽ അത് സിനിമ കാണാൻ ആഗ്രഹമുള്ള ആർക്കെങ്കിലും കൊടുക്കൂ. ഫേസ്ബുക്കിൽ വെറുതെ പോസ്റ്റായിട്ടിടും, ആരെങ്കിലുമൊക്കെ പോയി കണ്ടോട്ടെ. തിയേറ്ററിൽ വന്നിരുന്ന് ബാക്കിയുള്ളവൻ്റെ ഇത് കളയുന്നത് എന്തിനാണ് എന്ന് ചോദിക്കാൻ തോന്നിപ്പോകുന്ന അത്രയും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു ക്രൗഡിൻ്റെ ഇടയിലിരുന്നാണ് കണ്ടത്. ബട്ട് സ്റ്റിൽ ഐ കുഡ് എൻജോയ് ദ മൂവി. സിനിമയെക്കുറിച്ച് ചുരുങ്ങിയ വാക്കുകളിൽ പറയാനാണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് വാച്ച് വിത്ത് പ്രഡിക്റ്റബിൾ ടേണിംഗ് പോയിൻറ്റ്സ്. പക്ഷേ നല്ല പെർഫോമൻസുകളും അവസാനത്തെ കുറച്ച് മിനിറ്റ്സും ഈ സിനിമയെ സംബന്ധിച്ച് ഈ സിനിമയുടെ ഒരു പീക്ക് ഇരിക്കുന്നത് അവിടെയാണ്. പക്ഷേ നിങ്ങൾ ഒരുപാട് സൈഫൈ സിനിമകളൊക്കെ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ ഈ അവസാന ഭാഗത്തേക്ക് വരുമ്പോഴുള്ളതും നിങ്ങളെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിക്കുമോ എന്ന് എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ച് ഒരു മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു കാര്യം കൊണ്ടുവരിക എന്നുള്ളത്, അത് ഏറ്റവും കൺവിൻസിംഗ് ആയി അവതരിപ്പിക്കുക, വിഷ്വലി കൺവിൻസിംഗ് ആയി അവതരിപ്പിക്കുക. പലപ്പോഴും ഇങ്ങനത്തെ സിനിമകൾ ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ ബഡ്ജറ്റില്ലായ്മയുടെ ഒരു പ്രശ്നം കൊണ്ട്, അല്ലെങ്കിൽ VFX ചെയ്തത് ശരിയാവാത്തതുകൊണ്ട്. പക്ഷേ ഈ സിനിമയിൽ നമുക്ക് ഒരു നിയർ പെർഫെക്ഷൻ പരിപാടികളൊക്കെ കാണാൻ പറ്റും. എനിക്കത് ഭയങ്കരമായിട്ട് വർക്കായി. നിങ്ങളുടെ ക്ഷമ ആവശ്യമുള്ള ടെക്നിക്കലി വെൽ മെയ്ഡ് ആയിട്ടുള്ളൊരു സിനിമ എന്നാണ് എനിക്ക് അനോമിയെക്കുറിച്ച് പറയാനുള്ളത്. നമുക്ക് അതുപോലെ പോസിറ്റീവ്സ് നിന്ന് ആരംഭിക്കാം. ഒന്നാമത്തെ പോസിറ്റീവ് പ്രകടനങ്ങൾ. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ ഇതാണ് ഏറ്റവും വലിയ പോസിറ്റീവ് എന്നല്ല, സിനിമയിലെ പോസിറ്റീവ്സിൽ ഒരു പ്രധാനപ്പെട്ട പോസിറ്റീവ് പെർഫോമൻസുകളാണ്. ഭാവന ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടർ, അവരുടെ പെയിൻ, അവരുടെ ഇമോഷൻസ്, അതെല്ലാം തന്നെ അത്രയും കൺവിൻസിംഗ് ആയി കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഒരു ചേച്ചി അനിയനെ നഷ്ടപ്പെടുന്നു, അതിൻ്റെ പുറകെ അന്വേഷണമായിട്ട് പോകുന്നു. ഇതൊക്കെ ട്രെയിലറിലുള്ളതാണ്, സ്പോയിലറാണെന്ന് പറയരുത്. അതുപോലെ തന്നെ അവർ ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുള്ളതുമാണ്. അപ്പോൾ ആ ഒരു ചേച്ചിയുടെ പെയിൻ, അവരുടെ പാസ്റ്റൊക്കെ കാണിക്കുന്നത് ഗംഭീരമായിട്ടാണ്. വിഷ്വലി വളരെ കുറച്ച് സമയം കൊണ്ട് എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്നൊക്കെ നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട്. എന്ത് അടിപൊളിയായിട്ടോ അതിൻ്റെ എഡിറ്റും പരിപാടികളൊക്കെ വന്നിട്ടുള്ളത്. ഗംഭീരമായിട്ട് അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അതിനൊത്ത് ഈ ക്യാരക്ടേഴ്സിൻ്റെ പെർഫോമൻസുകൾ പോകുന്നു. കുറേ ആൾക്കാർ ഈ സിനിമ ഓഫ്കോഴ്സ് ഭാവനയുടെ സിനിമ എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും കാണാൻ കാത്തിരിക്കുന്നുണ്ടാവുക, തിയേറ്ററുകളിലേക്ക് എത്തുന്നുണ്ടാവുക. ആ എക്സ്പെക്റ്റേഷന് ഭാവന ആസ് ആൻ ആക്ട്രസ് നല്ല
മറുപടി തന്നെയാണ് നമുക്ക് തരുന്നത്. ഇനിയും ഗംഭീരമായിട്ടുള്ള വേഷങ്ങൾ ചെയ്യാൻ ഞാനിവിടെ ഉണ്ട് കേട്ടോ എന്ന് വീണ്ടും വിളിച്ചു പറയുകയാണ് ഈ പെർഫോമൻസിലൂടെ ഭാവന ചെയ്യുന്നത്. രണ്ടാമത് എടുത്ത് പറയേണ്ട ആൾ അത് റഹ്മാൻ തന്നെയാണ്. അദ്ദേഹം സ്ക്രീനിൽ ഇങ്ങനെ വരുമ്പോണ്ടല്ലോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് അങ്ങ് വന്ന് നിൽക്കുമ്പോൾ എന്തൊരു സ്ക്രീൻ പ്രസൻസ് ആണ് മാൻ. അദ്ദേഹത്തിനെ വെച്ച് സിനിമകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ആക്ച്വലി പുള്ളിയുടെ ആവശ്യമാണോ അതിനേക്കാൾ പ്രേക്ഷകരുടെ ആവശ്യമാണോ എന്ന് നമുക്ക് തോന്നിപ്പോവും. കാരണം അങ്ങനെ കൺവിൻസിങ് ആണെന്നേ. പുള്ളി നിന്നിടിക്കുകയാണ് 5-6 ആൾക്കാരെയൊക്കെ. അത് അത്രയും കൺവിൻസിങ് ആണ്. പലപ്പോഴും ഇടിയൊക്കെ നമ്മൾ സ്ക്രീനിൽ കാണുന്ന സമയത്ത് അങ്ങോട്ട് ചെന്ന് ഇടി വാങ്ങിക്കുന്ന ഗുണ്ടകളെ കാണേണ്ട സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരായതുകൊണ്ട് സാരമില്ല പോട്ടെ നോക്കും. പക്ഷേ ഇവിടെ റഹ്മാൻ നിന്ന് ഇടിക്കുമ്പോൾ റഹ്മാൻ്റെ ഇടിക്ക് ആ പഞ്ചുണ്ട്, ആ കിൻഡലുണ്ട് എന്ന് പറയുന്ന ഒരു ഫീൽ പുള്ളി ഇങ്ങനെ നിൽക്കുമ്പോഴേ അത് നമുക്ക് ഫീൽ ചെയ്യും. ഫൈറ്റ് മാത്രമല്ല, ആസ് എ പോലീസ് ഉദ്യോഗസ്ഥൻ പല അന്വേഷണ സിനിമകളിലും ത്രില്ലർ സിനിമകളിലും നമ്മൾ കാണുന്ന ഒരു ക്ലീഷയുണ്ട്, വളരെ ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലുള്ളൊരു പോലീസുകാരൻ. അത് തന്നെയാണ് പുള്ളി ഇതിലും ചെയ്യുന്നത്. ആ ഒരു സാധനം അതും വളരെ കൺവിൻസിംഗ് ആയി കൊണ്ടുവരാൻ പുള്ളിക്ക് പറ്റുന്നുണ്ട്. പുള്ളിനെ വെച്ച് കുറേ പടങ്ങൾ വരണമെന്നേ. എല്ലാം ഇങ്ങനെ പോലീസ് കഥാപാത്രമായി പോകരുത്, പക്ഷേ ഡിഫറെൻ്റ് ആയിട്ടുള്ള പലതരം പരിപാടികൾ പിടിക്കാനുള്ള ഒരു സംഭവം പുള്ളിയിലുണ്ട്. നല്ല സംവിധായകർ അദ്ദേഹത്തെ ഉപയോഗിക്കുന്നത് കാണാൻ നമുക്ക് കൂടുതൽ ആഗ്രഹവും പ്രതീക്ഷയൊക്കെ തരുന്ന രീതിയിലാണ് ഈ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം. പിന്നെ വിഷ്ണു അഗസ്ത്യ ആസ് യൂഷ്വൽ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. വിഷ്ണുവിൻ്റെ ചില സമയത്തെ അത് വളരെ സീരിയസ് ആയിട്ടാണ് ചെയ്യുന്നത്, പക്ഷേ നമുക്ക് ചിരി വരുന്ന പോലെ, കാരണം ആ ക്യാരക്ടർ അങ്ങനെയാണ്, അത് രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് അർജുൻ ലാലിൻ്റെയാണ്. മലയാള സിനിമയിൽ ഇനിയും അയാൾ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറയുന്ന ഒരു തോന്നൽ ഉണ്ടാക്കുന്നുണ്ട്. വേറെയും ചില ആളുകളെക്കുറിച്ച് പറയേണ്ടതൊക്കെ ആയിട്ടുണ്ട്, പക്ഷേ എടുത്തെടുത്ത് പറഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ സ്പോയിലർ ആകും എന്നുള്ളതുകൊണ്ട് നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. രണ്ടാമത്തെ പോസിറ്റീവ്, ഇതിൻ്റെ വിഷ്വൽ പരിപാടികൾ എല്ലാം അടിപൊളിയായിരുന്നു. സുജിത് സാരംഗാണ് ഇതിൻ്റെ DOP ചെയ്തിട്ടുള്ളത്, കിരൺ ദാസ് ആണ് എഡിറ്റിംഗ് ചെയ്തിട്ടുള്ളത്, ജയദേവ് തിരുവൈപ്പെട്ടിയാണ് ഇതിൻ്റെ കളറിങ് ചെയ്തിട്ടുള്ളത്, എഗ് വൈറ്റ് ആൻഡ് ഡിജി ബ്രിക്സ് ആണ് ഇതിൻ്റെ VFX ചെയ്തിട്ടുള്ളത്. അവസാനത്തെ കുറച്ച് സമയം അവന്മാർ VFX ചെയ്ത് VFXൽ കാണിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഇതിനു മുമ്പും സിമിലർ ഷോട്ടുകളും കാര്യങ്ങളും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, എവിടെയൊക്കെയോ കണ്ടതുപോലെയൊക്കെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ അത് കൺവിൻസിംഗ് ആയി അവതരിപ്പിക്കുക എന്ന് പറയില്ലേ, അതുവരെയുള്ള സിനിമയുടെ ആ കഥ പറച്ചിലിന് ഈ ഒരു എലമെൻറ്റും കൂടി വന്ന് ആഡ് ചെയ്യുമ്പോൾ അത് എൻഹാൻസ് ചെയ്യപ്പെടുകയാണ് വേണ്ടത്. പല സിനിമകളിലും ഇങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് മുഴച്ച് നിൽക്കുക ചെയ്യുക. ഇത് ഭയങ്കരമായിട്ട് നമ്മുടെ ആ ഒരു സിനിമ എക്സ്പീരിയൻസിനെ എൻഹാൻസ് ചെയ്തുകൊണ്ട് ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ഗ്രീൻ സ്ക്രീൻ ഇട്ടൊരു ആർട്ടിസ്റ്റിനെ കൊണ്ട് പെർഫോം ചെയ്യിക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ പെർഫോം ചെയ്യിക്കുന്നു, അയാൾ ഒരു സ്പേസിൽ നമ്മൾ കൊണ്ടുവന്ന് വെക്കുകയാണ്. അപ്പോൾ ഈ കൊണ്ടുവെക്കാൻ പോകുന്ന സ്പേസിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാവണം. അതിനനുസരിച്ച് ഇയാൾക്ക് ലൈറ്റ് ചെയ്ത് ഇയാളെ പെർഫോം ചെയ്യിപ്പിച്ച് എടുത്തിട്ട് വേണം ഇവിടെ കൊണ്ടുവെക്കാൻ. അത് കറക്റ്റ് ആയിരിക്കണം, അത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റണം. അങ്ങനെ കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് നടന്നതിൻ്റെ എല്ലാ ഗുണങ്ങളും ഇതിൻ്റെ വിഷ്വലിലുണ്ട്. സിനിമ തുടങ്ങുമ്പോൾ മുതൽ നമ്മളെന്തോ ഒരു ഇംഗ്ലീഷ് സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെയാണ്. അങ്ങനെ ഒരു കളർ ടോണും കാര്യങ്ങളും ഒക്കെ പിടിച്ചിട്ട് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ ഷോട്ടിലും നമുക്ക് ഒരു വ്യത്യസ്തത ഫീൽ ചെയ്യാനുണ്ട്. നമ്മൾ സ്ഥിരം കാണുന്ന മലയാള സിനിമ അല്ലെങ്കിൽ ത്രില്ലർ സിനിമകളുടെ പാറ്റേണിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫീൽ ആൻഡ് എഫക്റ്റ് സിനിമയിലുണ്ട്. ഇപ്പോൾ കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങളൊന്നും സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ സംഭവിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നിയിരുന്ന സമയങ്ങളിൽ പോലും ഇതിൻ്റെ വിഷ്വലും അതിൻ്റെ ഒരു സൗണ്ട് പരിപാടികളും ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ മുഴുകിയിരുന്ന് കണ്ടു. സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ അവിടെ അത് കുറച്ചുകൂടി ഫാസ്റ്റ് ആക്കാമായിരുന്നു, ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ലേ എന്നൊക്കെ പറയുന്ന പോലത്തെ ഫീൽ ഉള്ളപ്പോഴും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കാണാനുള്ളതുണ്ട്. പക്ഷേ അപ്പുറം വരുന്ന വൃത്തികെട്ട സിനിമ പ്രേക്ഷകർ കാരണം ഉണ്ടായ ബുദ്ധിമുട്ടുകൾ ഞാനിവിടെ വിസ്മരിക്കുന്നില്ല. വിഷ്വൽസ് ഗംഭീര പരിപാടിയായിരുന്നു. ആൻഡ് സൗണ്ട് സിംഗ് സിനിമയാണ് സൗണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഫസൽ എ ബക്കറാണ് ഇതിൻ്റെ റീ റെക്കോർഡിംഗ് മിക്സറായിട്ടുള്ളത്. അടിപൊളി സൗണ്ട് പരിപാടിയാണ്. ഞാൻ പറയുന്നത് സൗണ്ട് പിക്ക് ചെയ്തിരിക്കുന്നതും പ്ലേസ് ചെയ്തിരിക്കുന്നതും അതെങ്ങനെ അവർ മോഡിഫൈ ചെയ്ത് ഓരോ സ്ഥലത്തും കൊണ്ടുവച്ചു. ഇതെന്താണെന്ന് വെച്ചാൽ ഓർമ്മകളും കുറച്ച് സൈക്കോളജിക്കൽ സിറ്റുവേഷൻസും സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റിലുള്ളൊരു പേഷ്യൻ, നിങ്ങൾ ട്രെയിലർ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അങ്ങനത്തെ ഒരാളുടെ മാനസികാവസ്ഥയെ അങ്ങനെ അവതരിപ്പിക്കുക എന്ന് പറയില്ലേ, ആ ഒരു ഡിസ്റ്റർബൻസ് നമുക്ക് സിനിമയിൽ ത്രൂ ഔട്ട് ഫീൽ ചെയ്യാനുണ്ടായിരുന്നു. ഓർമ്മകളിലേക്ക് പോകുമ്പോൾ ശബ്ദങ്ങൾ വരുമ്പോൾ ഓരോ ശബ്ദത്തിനെയും പ്ലേസ് ചെയ്തിരിക്കുന്നതൊക്കെ ഈ ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ്. അവിടെ ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൂടി പറയും. അതെല്ലാം കൂടി ചേർന്നിട്ടേ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അതായത് ആ കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോവുക, അവരെന്താണ് ചിന്തിക്കുന്നത്, ഏത് മാനസികാവസ്ഥയിലായിരിക്കും എന്ന് പറയുന്ന ആ രീതിയിൽ അവർ വർക്ക് ചെയ്യിപ്പിച്ചെടുക്കാൻ നോക്കിയിട്ടുണ്ട്. അതങ്ങനെയുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് അറ്റ്മോസിൽ കാണാത്തത് ഒരു നഷ്ടമായിപ്പോയി എന്ന് ഫീൽ ചെയ്യുന്നൊരു സിനിമയാണ്. തീർച്ചയായും ഞാനത് അറ്റ്മോസിൽ ഒരു പ്രാവശ്യം കൂടി കാണും ഇതിൻ്റെ സൗണ്ട് എക്സ്പീരിയൻസിന് വേണ്ടി. സൈക്കോളജിക്കൽ പരിപാടികൾ മാത്രമല്ല, ഇതിനകത്ത് ആ സൈഫൈ എലമെൻറ്റ്സ് ഒക്കെ വരുമ്പോൾ അവർ കൊടുത്തിരിക്കുന്ന സൗണ്ട്, മ്യൂസിക് എല്ലാം കൊണ്ടും അത് ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഒരു ആംബിയൻസ് ഉണ്ട്. ആൻഡ് ഈവൻ ഫൈറ്റിൽ ഇപ്പോൾ എന്ത് ചെയ്യാനാണ്, നമ്മൾ സ്ഥിരം കാണുന്ന ഫൈറ്റും പരിപാടികളല്ലേ, അതങ്ങനെ ചെയ്താൽ മതി എന്ന് വിചാരിക്കാം. പക്ഷേ ഇവർ സൗണ്ടിൽ
ഫൈറ്റിൽ വർക്ക് ചെയ്തെടുത്തിരിക്കുന്നതൊക്കെ ഗംഭീരമാണ്. ഒരു ഫൈറ്റിൽ നമ്മുടെ റഹ്മാൻ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഇടിമിന്നൽ വെട്ടുകയാണ്. ആ സൗണ്ടിങ് ഉണ്ടല്ലോ, അത് ഞാൻ ഈ പറഞ്ഞ ഡോൾബിയിൽ കേൾക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. അറ്റ്മോസിലായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹം തോന്നിപ്പോയി. ഏറ്റവും നല്ലൊരു സൗണ്ട് ക്വാളിറ്റി ഉള്ള തിയേറ്ററിലായിരുന്നെങ്കിൽ എന്ന് കൊതി തോന്നിപ്പിച്ച പോലത്തെ കാര്യങ്ങളായിരുന്നു. അടുത്ത പോസിറ്റീവ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ടുകളും ഒക്കെയാണ്. ഹർഷവർദ്ധൻ രാമേശ്വരാണ് അത് ചെയ്തിട്ടുള്ളത്. ആനിമൽ മുതൽ ഇങ്ങോട്ടേക്ക് അദ്ദേഹത്തിന് പറയാൻ ഒരു വലിയ സെറ്റ് ഓഫ് സിനിമകളുണ്ട്. എവിടെയൊക്കെയോ എനിക്ക് ഒരു ത്രില്ലർ സിനിമയാകുമ്പോൾ പ്ലേസ് ചെയ്യപ്പെടേണ്ട കൈൻഡ് ഓഫ് മ്യൂസിക് വെക്കുന്നുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു, വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം. പക്ഷേ മ്യൂസിക് വൈസും ഞാൻ പറഞ്ഞില്ലേ, സിനിമയുടെ തുടക്കത്തിൽ ആദ്യത്തെ കുറേ സമയമൊന്നും പ്രത്യേകിച്ച് എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു സാധാരണ കഥയിൽ പറയുന്ന അതൊക്കെയല്ലേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു തോന്നലുണ്ടാകുന്നുണ്ട്. പക്ഷേ അതവർ എടുത്തു വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. നമ്മളിങ്ങനെ മുഴുകിയിരുന്ന് കാണുക എന്ന് പറയില്ലേ, അങ്ങനെ അതിന് ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സിനിമയെ എലിവേറ്റ് ചെയ്തിരിക്കുന്നത് ആ റേഞ്ചിലാണ്. മറ്റൊരു കാര്യം, അത് ഈ സിനിമയിൽ ഈ മെൻ്റൽ ഹെൽത്ത് ഒരു ഡിസോർഡർ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രോമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നൊരു കഥാപാത്രത്തിനെ ഈ ട്രെയിലർ കാണുമ്പോൾ ഊഹിക്കാവുന്ന പോലെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. പലപ്പോഴും വളരെ മോശമായിട്ട് ഹാൻഡിൽ ചെയ്യാറുണ്ട് എന്ന് തോന്നാറുണ്ട്. അത്തരം മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന പേഷ്യൻസിനെ എല്ലാവരും മറ്റേ താളവട്ടത്തിൽ ഏറ്റവും ലാസ്റ്റ് മോഹൻലാലിനെ ഇരുത്തുന്ന പോലെ ഇരുത്തി കഴിഞ്ഞാലാണ് ഡിപ്രഷൻ എന്നൊക്കെയാണ് വിചാരിക്കുക. പക്ഷേ ഈ സിനിമയിൽ അവരൊരു റിസർച്ച് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണയുണ്ട്. അതുകൊണ്ട് ആ ക്യാരക്ടറിനെ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു രീതിയും കാര്യങ്ങളുണ്ട്. ഞാൻ പറയുന്നത് മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സിനിമയിൽ കാണിക്കുമ്പോൾ കുറച്ച് വൃത്തിക്ക് അത് കാണിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീലുണ്ട്. ഇനി നെഗറ്റീവ്സിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ടൊരു നെഗറ്റീവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നെഗറ്റീവ്സിന് എല്ലാത്തിനെയും കൂടി നമ്മൾ സംഗ്രഹിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ്: വളരെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ക്ലീഷേഡ് ആയിട്ടുള്ള വളരെ സ്ലോയിൽ കഥ പറഞ്ഞു പോകുന്ന ഒരു ആഖ്യാനമാണ് സിനിമയ്ക്കുള്ളത്. സിനിമയിൽ സംഭവിച്ച കാര്യങ്ങളെ നമ്മൾ മൊത്തത്തിൽ എടുത്തു വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടി ഫാസ്റ്റ് ആകാമായിരുന്നു. ഇപ്പോൾ പോലീസ് അന്വേഷണം, ത്രില്ലർ സിനിമയാണ്, അന്വേഷണം ഉണ്ടറിയാമല്ലോ. പോലീസിൻ്റെ അന്വേഷണം എന്ന് പറയുന്നത് അത് കുറച്ചും കൂടി ഫാസ്റ്റ് ആകാമായിരുന്നേ. എന്തിനാണ് ഇങ്ങനെ ഇട്ട് വലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്കിത് നേരത്തെ കണ്ടുപിടിച്ചുകൂടെ? അല്ലെങ്കിൽ ഇന്ന ആസ്പെക്റ്റുകൾ എന്തുകൊണ്ട് ഇവർ ചെക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതുപോലെ പോലീസ് അന്വേഷണത്തിൻ്റെ ഇടയ്ക്ക് ഈ പോലീസ് ഉദ്യോഗസ്ഥന് ഒരു ട്രോമ ഉണ്ടായിരിക്കണമെന്ന് പറയുന്ന ക്ലീഷേ അതുപോലെ തന്നെ പോയിട്ടുണ്ട്. അതുപോലെ ഈ ഉദ്യോഗസ്ഥന് ട്വിസ്റ്റ് കിട്ടണമെങ്കിൽ പുള്ളിക്ക് വളരെ വിയേഡായിട്ടുള്ള സാധനങ്ങളാണ്. ഐസ് ബക്കറ്റിൽ തല മുക്കി വെക്കുക, അല്ലെങ്കിൽ ബാത്ത് ടബിൽ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുക, അങ്ങനെ മുങ്ങിക്കിടക്കുമ്പോൾ ഐഡിയ കിട്ടുന്നു എന്ന് പറയുന്ന പോലെ അയാൾ കണ്ടുപിടിച്ച കാര്യങ്ങൾക്ക് ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയാൻ തോന്നുന്ന പോലെയാണ്. പക്ഷേ റഹ്മാൻ ചെയ്യുന്നു, അതിൻ്റെ സ്റ്റൈലും മ്യൂസിക്കും വിഷ്വലൈസേഷനും ഒക്കെ അടിപൊളിയാണെന്ന് പറയുന്ന പാറ്റേൺ ഉണ്ട്. പക്ഷേ നമ്മൾ കഥ എന്നുള്ള ആസ്പെക്റ്റിൽ, അല്ലെങ്കിൽ കഥ പറച്ചിൽ എന്ന് പറയുന്ന ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ ഇത്രയൊന്നും ഇട്ട് വലിപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഈ പോയിന്റിലേക്കൊക്കെ ഇയാൾക്ക് കുറച്ചും കൂടി നേരത്തെ വരാമായിരുന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടി ക്രിസ്പ് ആവാമായിരുന്നു സിനിമ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുപോലെ പല പ്രധാനപ്പെട്ട ട്വിസ്റ്റുകളും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് ഇന്നതായിരിക്കും, ഇതിങ്ങനെയായിരിക്കും, ഇയാളായിരിക്കും എന്ന് പറയുന്ന പോലത്തെ നമ്മുടെ പ്രഡിക്ഷൻസ് അതുപോലെയൊക്കെ തന്നെ സംഭവിക്കുന്നുണ്ട്. അവിടെയൊക്കെ വളരെ നിരാശ തോന്നിയിട്ടുണ്ടായിരുന്നു. കാര്യം ഇത്രയും സംഭവങ്ങളൊക്കെ ഇട്ട് ടെക്നിക്കലി ഇങ്ങനെ വെൽ മെയ്ഡായിട്ടൊരു സാധനം ഉണ്ടാക്കുമ്പോൾ ആ സ്ക്രിപ്റ്റും കൂടി ഒന്ന് ടൈറ്റായിട്ട് പിടിച്ചിരുന്നെങ്കിലേ വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിപ്പോയതിനേയും തോന്നിയിട്ടുണ്ടായിരുന്നു. ആ നിരാശയാണ് ഞാൻ പങ്കുവെക്കുന്നത്. അതായത് കുറച്ചും കൂടി നന്നാക്കിയിരുന്നെങ്കിൽ മച്ചാനെ എന്ന് പറയുന്ന പോലത്തെ ആ ഒരു ആഗ്രഹമാണ്. ആ സൈഫൈ എലമെൻ്റ് ഒക്കെ ഉണ്ടല്ലോ, അത് ഭയങ്കര അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ എത്താനെടുക്കുന്ന സമയം ഇറ്റ്സ് ടു മച്ച് എന്ന് ചില സ്ഥലങ്ങളിൽ തോന്നി. അതുകൊണ്ട് തന്നെ ഈ സിനിമ കാണുമ്പോൾ നിങ്ങളുടെ ഒരു ക്ഷമ ആവശ്യമാണ്. പിന്നെ സിനിമയിൽ മുഴുകിയിരിക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് സിനിമ കാണാൻ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം. എന്തായാലും എനിക്കിന്ന് കിട്ടിയ പോലത്തെ സഹ ഓഡിയൻസുകൾ നിങ്ങൾക്ക് കിട്ടാതിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിൻ്റെ റൈറ്റർ ഡയറക്ടർ റിയാസ് മാരാത്ത്, അദ്ദേഹത്തിൻ്റെ അടുത്ത വർക്കുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുകയാണ്. കാരണം ഇതിങ്ങനൊരു സ്റ്റൈലിൽ, ഇങ്ങനൊരു രീതിയിൽ ഇത് എടുത്തു വെക്കാൻ പറ്റുക എന്ന് പറയില്ലേ, അതൊരു ചില്ലറ പരിപാടിയൊന്നുമല്ല. റൈറ്റിങ്ങിൽ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, ഇതിൻ്റെ അന്വേഷണത്തിലും അതുപോലെ ചില ക്ലീഷേഡ് എലമെൻറ്റുകളൊക്കെ ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമങ്ങളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ വേറെ ലെവലൊരു എക്സ്പീരിയൻസ് ആയി പോകുമായിരുന്നു. അത് ഇനിയും അദ്ദേഹത്തിന് സാധിക്കട്ടെ, ഗംഭീരമായിട്ട് ചെയ്തെടുക്കാൻ പറ്റട്ടെ. എനിക്ക് തോന്നുന്നു ആ കോൺഫിഡൻസിൻ്റെ പുറത്തായിരിക്കും ഭാവനയെ പോലെ ഒരാൾ അഭിനേത്രിയായിട്ട് ഈ സിനിമയുടെ ഒരു നായിക കഥാപാത്രം എന്ന് പറയുന്ന ലെവലിൽ നിൽക്കുന്ന അവർ തന്നെ ഈ സിനിമയുടെ പ്രൊഡ്യൂസർ കൂടിയായി മാറാനുള്ളൊരു തീരുമാനമെടുക്കുന്നത് ആ കോൺഫിഡൻസിൻ്റെ പുറത്തായിരിക്കും. സോ റിയാസ് മാരാത്തിൻ്റെ ഗംഭീര സിനിമകൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. സിനിമ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ സിനിമ ഭയങ്കര എൻഗേജിംഗ് ആയി തോന്നിയിട്ടുണ്ടാവാം, ചിലപ്പോൾ ഞാൻ പറഞ്ഞതിൽ കൂടുതൽ നെഗറ്റീവ്സ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. അതെന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ തീരുമാനം എടുക്കാൻ കാത്തിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്കതൊരു വലിയ ഉപകാരമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.